നമസ്കാരം. വീണതല്ല, സാഷ്ടാംഗം പ്രണമിച്ചതാണ്. ജഗദീഷ് ശ്രീകുമാറിൻ്റെ ഈ ഒരു ഡയലോഗിനെ അനുസ്മരിക്കും വിധമാണ് സുരേന്ദ്രൻ്റെ രാജി മുന്നോട്ട് പോകുന്നത്. ഇന്ന് രാവിലെ പുലർച്ചെ വന്ന വാർത്ത സുരേന്ദ്രൻ രാജി സന്നദ്ധത കേന്ദ്രത്തെ അറിയിച്ചു എന്നുള്ളതാണ്. പിന്നീട് 12 മണിക്ക് സുരേന്ദ്രൻ്റെ പത്രസമ്മേളനം ഉണ്ടാവുമെന്നുള്ള വിവരവും വാർത്തയെത്തുന്നു. അപ്പോൾ തന്നെ മനസ്സിലായി സുരേന്ദ്രൻ്റെ കാര്യം തീരുമാനമായി എന്ന്. ഒന്ന് രാജിവച്ചേക്ക് എന്ന് കേന്ദ്ര നേതൃത്വം പറഞ്ഞിട്ടുണ്ടാവുമെന്ന് വരെ സുരേന്ദ്രൻ്റെ വിമതപക്ഷക്കാർ പറഞ്ഞു നടന്നു. അതിനെ ഒന്ന് മറയ്ക്കുവാൻ വേണ്ടിയാണ് ഈ രാജി സന്നദ്ധത എന്നുള്ളതാണ് അവർ പറയുന്നത്. എന്തായാലും 12 മണിക്കുള്ള പത്രസമ്മേളനത്തിന് തൊട്ടു മുമ്പ് BJPയുടെ പഴയ ജില്ലാ അധ്യക്ഷനായി പ്രവർത്തിച്ച് ഇപ്പോൾ പാലക്കാട്ടെ മുതിർന്ന നേതാവായിരിക്കുന്ന ശിവരാജൻ ഉൾപ്പെടെയുള്ളവരാണ് BJPയുടെ സ്ഥാനാർത്ഥിയെക്കുറിച്ചിട്ടും ഒപ്പം അവരുമായി ബന്ധപ്പെട്ട അഴിമതികളെക്കുറിച്ചിട്ടും പുറത്ത് വെളിപ്പെടുത്തുന്നത്. ശിവരാജൻ പറയുന്നത് അഴിമതികൾ അന്വേഷിക്കണമെന്നാണ്, പല അഴിമതികളും ഉണ്ട് എന്നാണ്. ഒപ്പം സ്ഥാനാർത്ഥി നിർണയം തന്നെയാണ് പ്രശ്നം, അല്ലാതെ വോട്ട് കുറഞ്ഞതിന് മറ്റു പ്രശ്നങ്ങളില്ല. ശിവരാജനോടൊപ്പം തന്നെ പാലക്കാട്ടെ നഗരസഭ അധ്യക്ഷയും ഇതിനെതിരെ രംഗത്ത് വന്നു. വോട്ട് കുറഞ്ഞത് സ്ഥാനാർത്ഥിയുടെ കഴിവുകേടാണ് എന്നുള്ള അവരുടെ പ്രസ്താവനയും വന്നതിന് ശേഷമാണ് സുരേന്ദ്രൻ്റെ പത്രസമ്മേളനം 12 മണിക്ക്. പത്രസമ്മേളനത്തിൽ സുരേന്ദ്രൻ രാജിവെക്കും എന്ന് കരുതിയവരുമുണ്ട്. പക്ഷേ അതൊന്നും നടന്നില്ല. പക്ഷേ ഒന്നുറപ്പിക്കാം, രാജി സന്നദ്ധത സുരേന്ദ്രൻ തള്ളിയിട്ടില്ല. പാലക്കാട്ടെ പരാജയം, ഒരു ഉപതെരഞ്ഞെടുപ്പ്, അതിലെ ഒരു പരാജയം, ഒരു സീറ്റ് പോലും നിയമസഭയിലില്ലാത്ത ഒരു പാർട്ടിയുടെ പരാജയം, അതിന് എന്തുകൊണ്ട് അധ്യക്ഷൻ രാജിവെക്കണം എന്നുള്ള ചോദ്യവും ഇതിൽ അവശേഷിക്കുന്നുണ്ട്. കാര്യം വളരെ സിമ്പിളാണ്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് മുമ്പേ തന്നെ സുരേന്ദ്രനോടുള്ള കലിപ്പ് പാർട്ടിയിലും അണികളിലും വ്യക്തമായിരുന്നു. എങ്കിലും ഇലക്ഷൻ കഴിയട്ടെ എന്നോർത്ത് പലരും മൗനം പാലിച്ചു. ഇലക്ഷന് ശേഷം വന്ന വാർത്തകൾ ഇതായിരുന്നു: പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പിലെ പരാജയ കാരണം കൗൺസിലർമാരുടെ തലയിൽ വയ്ക്കുവാനുള്ള ശ്രമം ഉണ്ടായി എന്നുള്ളത് സത്യം. പാലക്കാട്ടെ BJPയുടെ ശക്തി കേന്ദ്രങ്ങളായ 13 ബൂത്തുകളിൽ 100-ന് താഴെയായിരുന്നു വോട്ട് വന്നത്. മാത്രമല്ല 4 ബൂത്തുകളിൽ 10-ന് താഴെയും വോട്ട് രേഖപ്പെടുത്തി എന്നുള്ള വലിയ വാർത്തകളും പുറത്തു വന്നു. അതുകൊണ്ടാണത്രേ കൃഷ്ണകുമാർ എന്ന സ്ഥാനാർത്ഥി വെറും ഒരു സ്ഥാനാർത്ഥിയല്ല, പാൽ സൊസൈറ്റി മുതൽ പാർലമെന്റ് വരെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി, ആ സ്ഥാനാർത്ഥി പരാജയം മണത്തത്. ഇത്തരത്തിലുള്ള വാർത്തകളും ലോക്കൽ നേതാക്കളെ ചൊടിപ്പിച്ചു, കൗൺസിലർമാരെയും വിഷമിപ്പിച്ചു. അതാണ് ശിവരാജനെ പോലുള്ള നേതാക്കൾ ഉൾപ്പെടെ ഏറ്റുപറഞ്ഞത്. ഇതെല്ലാം ഏറ്റുപറഞ്ഞതിന് ശേഷമാണ് നമ്മുടെ കെ സുരേന്ദ്രൻ്റെ പത്രസമ്മേളനം. ഈ പത്രസമ്മേളനത്തിൽ രാജി സന്നദ്ധത അദ്ദേഹം തള്ളുന്നില്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, മിക്കവാറും സുരേന്ദ്രൻ രാജിവെക്കും. സുരേന്ദ്രൻ രാജിവെച്ചാൽ സുരേന്ദ്രന് ശേഷം ആര് നേതൃസ്ഥാനത്തേക്ക് എത്തും എന്നുള്ള ചോദ്യവും ഉയർന്നു വരുന്നുണ്ട്. നേതൃ മാറ്റം വരികയാണെങ്കിൽ അവിടെ താക്കോൽ സ്ഥാനത്തേക്ക് ഒരു ക്രൈസ്തവ വിഭാഗത്തിലുള്ള നേതാവ് എത്തും എന്നുള്ളതാണ് പുറത്തു വരുന്ന വാർത്തകൾ. ഇപ്പോൾ BJPയുടെ സംസ്ഥാനത്തെ അധികാരം കൈയാളുന്ന നേതൃത്വത്തിന് ക്രൈസ്തവ വിഭാഗത്തോട് ചെറിയൊരു അകൽച്ചയുണ്ട് എന്നുള്ള പരാതി ക്രൈസ്തവ വിഭാഗത്തിൽ നിന്ന് തന്നെയുണ്ട്. അത് പലരും പലപ്പോഴും തുറന്നു പറഞ്ഞിട്ടുമുണ്ട്. കേരളത്തിലെ ക്രൈസ്തവരെ BJPയിലേക്ക് കൂടുതൽ അടുപ്പിക്കുവാനുള്ള ശ്രമം കേന്ദ്ര നേതൃത്വത്തിൽ നിന്ന് തന്നെ നടക്കുമ്പോൾ കേരളത്തിൽ ഒരു മെല്ലപ്പോക്ക് നയമാണ് എന്നുള്ളത് ക്രൈസ്തവ സഭയിൽ നിന്നും ഉയർന്നു വന്ന നേതാക്കൾക്ക് തന്നെ പരാതിയുണ്ട്. ഒരു ക്രൈസ്തവ ഹിന്ദു ബെൽറ്റ് കേരളത്തിൽ ഉയർന്നു വന്നാൽ വൻ വിജയം BJPക്ക് കേരളത്തിൽ ഉറപ്പിക്കാം എന്ന് കണക്ക് കൂട്ടുന്നു കേന്ദ്ര നേതൃത്വവും. അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ ജയവും എന്ന് അവർ കണക്ക് കൂട്ടുന്നു. ഈ ഒരു അവസരത്തിൽ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ ഇതിലേക്ക് ആളുകൾ എത്തുന്നത് അത്ര താല്പര്യമില്ലാത്ത രീതിയിലാണ് പെരുമാറുന്നതെന്നുള്ള ആരോപണം സംസ്ഥാന നേതൃത്വത്തിൻ്റെ അകത്തുള്ള വിമത സുരേന്ദ്ര പക്ഷത്തിന് പോലുമുണ്ട്. അതുകൊണ്ട് തന്നെ BJPയുടെ പുതിയ നേതൃമാറ്റത്തിൽ താക്കോൽ സ്ഥാനത്തേക്ക് ഒരു ക്രൈസ്തവ നേതാവ് തന്നെ എത്തും എന്നുള്ളതാണ് വരുന്ന വിവരങ്ങൾ. മുനമ്പം വിഷയം ഉൾപ്പെടെ കത്തി നിൽക്കുമ്പോൾ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് അത് വളമാകുമെന്നും ഇവർ പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു വലിയ സമരത്തിലും ഒപ്പം മുഖ്യമന്ത്രിയുടെ കുടുംബം ഉൾപ്പെടെ ആരോപണങ്ങൾക്ക് വിധേയമായ SFIO അന്വേഷണം വരെയുള്ള കാര്യങ്ങളിലും
മുൻപേ പ്രവർത്തിച്ച ഷോൺ ജോർജ് അടക്കമുള്ള നേതാക്കൾ നേതൃസ്ഥാനത്തേക്ക് എത്തും എന്ന് പറയുന്നവരുമുണ്ട്. ഒരു തീപ്പൊരി നേതാവിനെ അധ്യക്ഷനാക്കുന്ന BJPയുടെ പഴയ ശീലവും മാറും എന്നറിയുന്നു. ഒരു തീപ്പൊരി നേതാവിനേക്കാൾ ഉപരി പാർട്ടിയെ കൃത്യമായ രീതിയിൽ നയിക്കുവാനും പ്രശ്നങ്ങൾ കൃത്യമായ രീതിയിൽ ഇടപെടുവാനും ഒപ്പം അണികളെയും താഴേക്കിടയിലുള്ള പ്രവർത്തകരെയും ഒക്കെ സന്തോഷിപ്പിക്കുന്ന രീതിയിൽ പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകാവുന്ന രീതിയും അറിയുന്ന ഒരു രാഷ്ട്രീയ നേതാവിനെ തന്നെ താക്കോൽ സ്ഥാനത്ത് എത്തിക്കുവാനുള്ള ശ്രമവും നടക്കുന്നുണ്ട്. ഇനി സുരേന്ദ്രൻ എന്ന് അധ്യക്ഷ സ്ഥാനം ഒഴിയും എന്നുള്ളതാണ് അറിയേണ്ടത്. ഇത് പറയുമ്പോൾ വേറെ ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാനേ തരമുള്ളൂ. ഈ പാലക്കാട് ഉൾപ്പെടെയുള്ള ഉപതെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ പല വാർത്തകളിലും സുരേന്ദ്രൻ്റെ ബൈറ്റുകൾ കൂടുതലായിട്ട ഒരു ചാനലുണ്ട്. അവർ അങ്ങനെ ഒരു സംഗീത ചാനലൊന്നുമല്ല. എന്തായാലും ആ തലമുടിയില്ലാത്ത ചാനൽ രാവിലെ സുരേന്ദ്രൻ്റെ രാജ്യസന്നദ്ധതയുള്ള ബ്രേക്കിംഗ് ന്യൂസുകൾക്കിടയിൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള വാർത്തകൾ നിറഞ്ഞു നിൽക്കുമ്പോൾ സുരേന്ദ്ര വാർത്തകൾ കൃത്യമായ രീതിയിൽ ബ്രേക്ക് ചെയ്ത ഒരു ചാനൽ. അതൊരു സംഗീത ചാനലൊന്നുമല്ല. പക്ഷേ സുരേന്ദ്രൻ്റെ കാര്യത്തിൽ അവർക്ക് ഭയങ്കരമായ താല്പര്യങ്ങളുമുണ്ട്. ഈ മരം ചാനലിൽ സുരേന്ദ്രൻ്റെ രാജ്യസന്നദ്ധതയെക്കുറിച്ചുള്ള വാർത്തകൾ ശ്രദ്ധിച്ചാൽ ചിരി വരും. ഈ രാജ്യസന്നദ്ധതയെക്കുറിച്ചുള്ള വാർത്തകൾ മറ്റു ചാനലുകൾ ആഘോഷിക്കുമ്പോൾ ഇവർ ചെയ്തത് എന്താണെന്നറിയൂ? സവോളയുടെ വില കൂടുതലെക്കുറിച്ച് വലിയ ചർച്ചകൾ. ഉള്ളിയല്ല സവോളയാണ് പ്രധാനം എന്നുള്ള തിരിച്ചറിവ്. എന്താലേ. നന്ദി, നമസ്കാരം.